ചൂടിൻ്റെ ശക്തി കൂടുന്നുണ്ടെങ്കിലും പരമാവധി കാഴ്ചകൾ കണ്ടു തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പിന്നീട് ഞങ്ങൾ ബുദാ കാസിൽ എത്തിച്ചേർന്നു. കാസിലിന് മുന്നിലെ ഗ്രൗണ്ടിൽ വിശ്രമിക്കുമ്പോൾ ചെണ്ടമേളങ്ങളുടെ താളാത്മകതയിൽ ചുവടുവെക്കുന്ന ഒരു കൂട്ടം സൈനികരുടെ പ്രകടനം ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. സാൻഡോർ പാലസിന്റെ മുൻവശത്ത് നടക്കുന്ന ചേഞ്ചിങ് ഓഫ് ദ ഗാർഡ്സ് ചടങ്ങാണിത്. ഹംഗറിയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ഈ കൊട്ടാരം റോയൽ പാലസിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ബിൽഡിങ്ങിന്റെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് ഹംഗേറിയൻ നാഷണൽ ഓണർ ഗാർഡാണ്. ഉച്ചവെയിൽ വളരെ കടുത്തതാണെങ്കിലും സൈനികർ തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. റൈഫിലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും മാർച്ച് ചെയ്യുന്നതിലുമൊക്കെ ആ ഡിസിപ്ലിൻ വളരെ വ്യക്തമാണ്. ഈ ചടങ്ങ് എല്ലാ മണിക്കൂറിലും നടക്കുന്നുണ്ട്. ഇത് കാണാനായി ബുദാകാസിലെത്തുന്ന സന്ദർശകർ ഇവിടെ തടിച്ചുകൂടും. ചൂട് കൂടുതലായതുകൊണ്ടും ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ടും തൽക്കാലം ഞങ്ങൾ ബുദാകാസിൽ സന്ദർശനം വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ച് കുന്നിറങ്ങി. ലഞ്ച് കഴിക്കാൻ ഒരു ഹംഗേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. വെസലേനി സ്ട്രീറ്റിലുള്ള ഗെറ്റോ ഗൂലാഷ് ആണ് ഞങ്ങളുടെ ലിസ്റ്റിലുള്ള റെസ്റ്റോറൻറ്റ്. ട്രഡീഷണൽ ഹംഗേറിയൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണിത്. നല്ല തിരക്കുണ്ടാകും എന്ന് റിവ്യൂ കണ്ടതുകൊണ്ട് മുൻകൂട്ടി ടേബിൾ റിസർവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വെയിലത്തു നിന്നും വന്നതുകൊണ്ട് അവരുടെ സ്പെഷ്യൽ ചെറി ലൈം ലെമണേഡും മിൻറ്റ് ലൈം ലെമണേഡും ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തു. ഹംഗേറിയൻ പാപ്രിക്കയുടെ സ്വാദ് അറിയാൻ വേണ്ടി അവരുടെ പ്രശസ്തമായ ഗൂലാഷും ഓർഡർ ചെയ്തു. ഗൂലാഷ് ഒരു സൂപ്പ് പോലുള്ള ഡിഷാണ്. ബീഫും ക്യാരറ്റും പൊട്ടാറ്റോയും ഒക്കെ ഉൾപ്പെടുത്തി തിക്ക് ബ്രോത്തിൽ മിക്സ് ചെയ്താണ് ഇത് നമുക്ക് വിളമ്പുന്നത്. നല്ല ചുവന്ന കളറുണ്ടെങ്കിലും ഒട്ടും സ്പൈസി അല്ല ഈ ഡിഷ്. ഗൂലാഷിനോടൊപ്പം ചിക്കൻ പാപ്രിക്കാഷ് എന്ന മറ്റൊരു ട്രഡീഷണൽ ഡിഷും ഞങ്ങൾ ഓർഡർ ചെയ്തു. കൂടാതെ ഗ്രിൽ ചെയ്ത ചിക്കൻ ബ്രസ്റ്റും. 48 യൂറോ ആണ് ടോട്ടൽ ബില്ലായത്. വില തികച്ചും റീസണബിളായി തോന്നി. ഇനി ഫുഡിനെ പറ്റി പറഞ്ഞാൽ സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്പൈസി ഫുഡിൻ്റെ ആരാധകരായ ഞങ്ങൾക്ക് അല്പം എരിവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. ഭക്ഷണത്തിന് ശേഷം വീണ്ടും തിരക്കേറിയ നഗരത്തിലേക്ക് ഞങ്ങൾ കാഴ്ചകൾ തേടിയിറങ്ങി. നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജൂവിഷ് സിനഗോഗിന് മുന്നിലാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സിനഗോഗാണിത്. സിനഗോഗ് കാണാൻ നിന്നാൽ ഇന്നത്തെ പ്ലാനിലുള്ള മറ്റിടങ്ങളിൽ എത്തിച്ചേരാൻ ഇനി പറ്റില്ല. സമയം പാഴാക്കാതെ ഞങ്ങൾ സബ്വേ സ്റ്റേഷനിലേക്ക് നടന്നു. ആ കാണുന്നതാണ് പാർലമെന്റ് ബിൽഡിംഗ്. ചൂടിൽ നിന്നും ആശ്വാസമേകാൻ വേണ്ടിയാണ് സന്ദർശകർ മിസ്റ്റ് ഫൗണ്ടന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത്. 1885 ഈ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങുന്നത്. 1904 പണി പൂർത്തിയാക്കപ്പെട്ടു. ഇംറെ സ്റ്റേൻഡിൽ എന്ന ഹംഗേറിയൻ ആർക്കിടെക്റ്റ് ആയിരുന്നു ഇത് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആർക്കിടെക്റ്റിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പാർലമെന്റ് ബിൽഡിംഗ് പണി പൂർത്തിയായപ്പോൾ അത് രൂപകൽപ്പന ചെയ്ത ആൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ സത്യം കൂടി ഈ ബിൽഡിംഗ് സന്ദർശിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ദനൂബ് റിവറിന്റെ കരയിൽ ഏകദേശം 18,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഒരു പൊളിറ്റിക്കൽ ഹബ് എന്നതിലുപരി ഒരു ആർക്കിടെക്ചറൽ മാർവൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഈ ബിൽഡിങ്ങിനുള്ളിൽ 691 മുറികളുണ്ട്. റൂമുകളെയും ചേംബേഴ്സിനെയും ഓഫീസുകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന നീണ്ട ഇടനാഴികൾ ഈ സ്ട്രക്ചറിനെ സവിശേഷമാക്കുന്നു. കൊറിഡോഴ്സിൻ്റെ നീളം കണക്കാക്കിയാൽ ഏകദേശം 19 കിലോമീറ്റർ വരുമെന്നാണ് പറയപ്പെടുന്നത്. AD 896 മധ്യേഷ്യയിൽ നിന്നും ഹംഗേറിയൻ ഗോത്രവർഗ്ഗക്കാർ യൂറോപ്പിലേക്ക് ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ഹംഗറിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. AD 896 പ്രാധാന്യം എടുത്തറിയിക്കാൻ 896
96 എന്ന നമ്പറിനെ ഹംഗറിക്കാർ സവിശേഷമാക്കി. ഈ രാജ്യത്തെ നിയമപ്രകാരം ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ 96 മീറ്റർ ഉയരത്തിൽ കൂടുതൽ നിർമ്മിക്കാൻ കഴിയുകയില്ല. 96 എന്ന നമ്പറിന് പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ഡിസൈനിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. സെൻട്രൽ ഡോമിന്റെ ഉയരം 96 മീറ്റർ ആണ്. കൂടാതെ മെയിൻ എൻട്രൻസിലേക്ക് 96 സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ഇതിനുശേഷം സന്ദർശിക്കുന്ന സെന്റ് സ്റ്റീഫൻ ബെസിലിക്കയുടെ ഉയരവും 96 മീറ്റർ ആണ്. പ്രശസ്ത നേതാവായ ലയോഷ് കൊഷൂത്തിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച കൊഷൂത്ത് മെമ്മോറിയലാണിത്. 1927 പണി കഴിപ്പിച്ച ഇത് പിന്നീട് 1952 പുതുക്കി പണിതു. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ശക്തമായ മുഖമായാണ് കൊഷൂത്തിനെ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 88ഓളം പ്രതിമകൾ പാർലമെന്റിന് ചുറ്റും കാണാം. ഹംഗറിക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിച്ച് പാർലമെന്റ് ബിൽഡിംഗ് ദനൂബ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതേ നദിക്കരയിൽ ഈ രാജ്യത്തിന്റെ ഇരുണ്ട അധ്യായങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറെ ഇരുമ്പ് ഷൂസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഈ ഷൂസുകൾ 2005 ഫിലിം ഡയറക്ടർ ക്യാൻ തോഗോയും ശില്പി ജൂല പവറും ചേർന്നാണ് സ്ഥാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ആരോ ക്രോസ് എന്ന നാസി ചായ്വുള്ള സംഘടന ഹംഗറിയിൽ ജൂതന്മാരെ കൊന്നൊടുക്കിയതിന്റെ സ്മാരകമാണിത്. കുട്ടികളെയും മുതിർന്നവരെയും നദിയോരത്തെത്തിച്ച് അവരുടെ ഷൂസ് നീക്കം ചെയ്യിപ്പിച്ച് വെടിവെച്ച് നദിയിലേക്ക് തള്ളുകയായിരുന്നു. തികച്ചും സങ്കടകരമായ ഒരു കാഴ്ചയാണിത്. ചൂടിന്റെ കാഠിന്യം കുറഞ്ഞു വരുന്നതുകൊണ്ട് ഞങ്ങൾ പതിയെ ബുദാ കാസിലേക്ക് നടന്നു തുടങ്ങി. ചെയിൻ ബ്രിഡ്ജിലൂടെയാണ് കാസിലേക്ക് എത്തിച്ചേരേണ്ടത്. ഹംഗറിയുടെ ടൂറിസ്റ്റ് മാപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ ബ്രിഡ്ജാണ്. 1849 പണി കഴിപ്പിച്ച ഈ ബ്രിഡ്ജ് ദനൂബ് റിവറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഹംഗേറിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ്സ്മാൻ കൗണ്ട് ഇസ്ട്രാൻ ഷെൻജേനി ആണ് ഈ നിർമ്മിതിക്ക് തുടക്കമിടുന്നത്. വെള്ളപ്പൊക്ക കാലത്തെ തുടർന്ന് നദിക്ക് കുറുകെ സഞ്ചരിച്ച് തന്റെ പിതാവിന്റെ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ വിഷമത്തിൽ നിന്നാണ് പാലം പണിയുക എന്ന ദൗത്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. വില്യം ടേർണി ക്ലാർക്ക് എന്ന ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറാണ് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തത്. ആ കാലഘട്ടത്തിൽ സസ്പെൻഷൻ ബ്രിഡ്ജ് പണിയുക എന്നത് വളരെ വിചിത്രമായ ഒരു സംഗതിയായിരുന്നു. ഇന്ന് ചെയിൻ ബ്രിഡ്ജ് ഹംഗറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ ലിങ്കാണ്. സ്വദേശികളും വിദേശികളും ഒരുപോലെ ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അതിനോട് ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. ബ്രിഡ്ജിൽ നിന്നും നേരെ ബുദാ കാസിലേക്ക് ഞങ്ങൾ നടന്നു. 13-ാം നൂറ്റാണ്ടിൽ പണിത ഈ കാസിൽ അക്കാലത്തെ റോയൽ റെസിഡൻസ് ആയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ബിൽഡിംഗ് പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. ഇന്ന് ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ ദനൂബ് റിവറും അപ്പുറത്ത് ബുദാപെസ്റ്റ് സിറ്റിയുടെ നല്ലൊരു പനോരമിക് വ്യൂ കൂടി ഇവിടെ നിന്നും കിട്ടും. പകലിന് നല്ല ദൈർഘ്യമുള്ളതുകൊണ്ട് സെന്റ് സ്റ്റീഫൻ ബെസിലിക്ക കൂടി കണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് ബുദാ കാസിലിൽ അധിക സമയം ചിലവഴിക്കാതെ ഞങ്ങൾ മടങ്ങി. ഹംഗറിയിലെ ആദ്യത്തെ രാജാവായ കിങ് സെന്റ് സ്റ്റീഫന്റെ പേരിൽ അറിയപ്പെടുന്ന ബെസിലിക്ക ആണിത്. 50 വർഷങ്ങളെടുത്താണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? 1851 പണി തുടങ്ങിയെങ്കിലും പല കാരണങ്ങളാൽ പണി നീണ്ടുപോയി. ഇടയ്ക്ക് കൊടുങ്കാറ്റിൽപ്പെട്ട ഡോം ഭാഗികമായി തകർന്നു വരെ വീണു.
മുമ്പ് പറഞ്ഞതുപോലെ 96 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മിതി. ഇതിനുള്ളിൽ കയറി കാഴ്ചകൾ കാണുക എന്നത് ഇന്നിനി സാധ്യമല്ല. അങ്ങനെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഐസ്ക്രീം ഷോപ്പ് തേടി ഞങ്ങൾ വീണ്ടും നടന്നു. റോസാപ്പൂവിന്റെ ആകൃതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കി തരുന്ന ഈ ഷോപ്പ് വളരെ പ്രസിദ്ധമാണ്. ജെലാറ്റോ റോസ എന്ന ഈ ഐസ്ക്രീം ഷോപ്പ് 2005 മുതൽ ഹംഗറിയിലുണ്ട്. റോസാപ്പൂവിന്റെ ഷേപ്പ് മാത്രമല്ല, അതിസ്വാദിഷ്ടമാണ് ഇവരുടെ ഐസ്ക്രീം. നൈറ്റ് ലൈഫിന് വളരെ പ്രശസ്തമായ ഒരു സിറ്റിയാണ് ബുദാപെസ്റ്റ്. ഇന്ത്യൻ ഫുഡ് പോലും വിളമ്പുന്ന സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാം. രാത്രിയിൽ ചെയിൻ ബ്രിഡ്ജ് കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ബ്രിഡ്ജിലൂടെ രാത്രിയിലും സന്ദർശകർ നടന്നു നീങ്ങുന്നത് കാണാം. ദനൂബിന്റെ തീരത്ത് പാർലമെന്റ് ബിൽഡിംഗും രാത്രി വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴിനി കൂടുതൽ ഹംഗേറിയൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.